ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ ഇന്ന് കോക്ടോബയിൽ പോവാണ്. ഗുഡ് മോർണിംഗ്. അപ്പം വണ്ടി കയറി പോവാം. ഹായ്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കോക്ടോബ് ഹിൽ സ്റ്റേഷൻ. നല്ല രസമുണ്ട് ബാക്കിലെ വ്യൂ കാണാൻ. നമുക്ക് മോളിൽ പോവാം. ഇവിടെ എന്തോ റൈഡ് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അൽമാട്ടിയിലുള്ള ഹൈ മൗണ്ടൻ റിക്രിയേഷൻ ആണ് കോക്ടോബ് ഹിൽ സ്റ്റേഷൻ. ഇവിടെ കൂടുതലും മിനി അമ്യൂസ്മെന്റ് പാർക്സ് ആണ്. ദേ ആ കാണുന്ന മലയിലെ അതാണ് ടിയാൻ ഷാൻ മൗണ്ടെയ്ൻസ്. നിങ്ങളുടെ അൽമാട്ടി ട്രിപ്പിൽ ഈ സ്ഥലം എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. നമുക്ക് അൽമാട്ടിയുടെ സിറ്റി വ്യൂ നല്ല പോലെ ക്ലിയർ ക്രിസ്റ്റലായിട്ട് കാണാൻ പറ്റും. നമ്മൾ എൻട്രൻസിലൂടെ കയറി വരുമ്പോൾ ഇതുപോലെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് കാണും. നല്ല ഫോട്ടോസൊക്കെ എടുത്തു തരണേ, പക്ഷേ റേറ്റ് അല്പം കത്തിയായിട്ട് തോന്നി. പിന്നെ നമ്മുടെ കൂടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോസ് കിട്ടിയായിരുന്നു. കണ്ടോ, മലയുടെ താഴെ ഇങ്ങനെ ഒരു ഫോഗ് പോലെ. ഇവിടെയുള്ളവർ പറയുന്നത് അത് ഫോഗല്ല, അത് ഇവിടുത്തെ പൊല്യൂഷൻ കെട്ടിക്കിടക്കുന്നതാണ്. കാരണം ഇവിടെ മലയും ഇതൊക്കെ കാരണം അതിനൊന്നും വേറെ എവിടേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ സിറ്റിയുടെ മുകളിൽ തന്നെ ഇത് കെട്ടിക്കിടക്കുക. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സിറ്റിയുടെ പനോറമിക് വ്യൂ നമുക്ക് കാണാം. നല്ല മലകളും എല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാം. നമ്മുടെ ടൂർ ഗൈഡ് ആൻഡ് ടീം ദ ബീറ്റിൽസ്. അവരുടെ മ്യൂസിക് ആണോ ഇവിടെ വെച്ചേക്കണേ? എന്താ എന്താ? ഒന്നുമില്ല കുട്ടിക്ക്, ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. കോക്ടോബെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെടുത്താലും പൈസ കൊടുക്കണം, എന്ത് ചെയ്താലും പൈസ കൊടുക്കണം. അങ്ങനൊരു ഇതാണ്. അപ്പം നമ്മൾ അധികം റൈഡ്സ് ഒന്നും കയറുന്നില്ല. നമുക്കൊരു റോളർ കോസ്റ്ററിൽ കയറണം, അതന്നെ അത്യാവശ്യം ക്യാഷ് ഉണ്ട്. അതാണ് നമ്മുടെ പ്ലാൻ. ഇൻവേർട്ടഡ് ഹൗസ് അതാണ് ഇതിന് പറയാ. തല കുത്തി നിൽക്കണ വീട്. നമ്മൾ റോളർ കോസ്റ്ററിൽ കയറാൻ പോവാണ്. എന്തോ ഒരു പേടിയുള്ള ഒരാളാണ് ഞങ്ങളുടെ കൂടെ, സിമീന. ആണ് ഞങ്ങളുടെ റോളർ കോസ്റ്റർ. ഞങ്ങള് റോളർ കോസ്റ്ററിൽ സിമീന കരഞ്ഞ്. എവിടെ അവള്? ഫോണൊന്നും എടുത്തില്ല ഞാൻ. എന്തുമ്മാ സെമീനെ പ്രസവമാണെന്ന് വിളിച്ചു പോലുണ്ട്. കോമഡി ആയിരുന്നു. ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല. No break, go. Allah. Macar buradaki mıncıttı ki ne? Korkunçluk indi. Aşağına koş aşağına. ആ ഒക്കെ കിട്ടുന്നുണ്ട്. ബൈ. ഇങ്ങനെ പോയ കാറ് ഇങ്ങനെ ഇളകിന്ന് അറിയാൻ പോയി പൊള്ളു സൈറ അടിക്കുന്നത്. എത്ര പ്രശ്നം അതാണ്. ഇടക്കിടക്ക് ഭൂമി കുലുക്കം. ഇന്നലെ വിജയനോട് പറഞ്ഞോളൂ, ഭൂമിയിലൊക്കെ ഓടി വാ.
എല്ലാവരും പറയുന്നത് ഒയ്യോ എടാ കാർ ഇങ്ങനെ ആയി. അയാൾ വീഡിയോ അതാ ഈ ആള് വീഡിയോ എടുത്തോ ചോദിച്ചേ ഭൂമി കുലുങ്ങിന്റെ. അതല്ല എനിക്ക് മനസ്സിലാകത്തെ. ഗൈസ്, ഇവിടെ ഭൂമി കുലുക്കമുണ്ടായി, അതിന്റെ നോട്ടിഫിക്കേഷൻ ആണത്. നോട്ടിഫിക്കേഷൻ ഭൂമി വിളിക്കത്തൊരു നോട്ടിഫിക്കേഷൻ. അതെ, ചവണൂരൊന്ന് അറിഞ്ഞിട്ടൊക്കെ ചെത്തോളെ. ഫോൺ അടിച്ച നിന്റെ ഭൂമി കുലുക്കായിട്ടാണ് എല്ലാരും വെളിയിറങ്ങി നിക്കുന്നേ. നമ്മള് ഗ്രീൻ ബസാറിലേക്ക് പോവാണ്. നൈക്കിയുടെ ഒക്കെ പ്ലാൻസ്. ഇവിടെ ഇങ്ങനെ വഴി കൂടെ കുറെ അമ്മാമ്മമാര് തുണി വിൽക്കാൻ ഇരിക്കുന്നുണ്ട്. ചായ കുടിക്കണം ഞങ്ങള്. കറക്റ്റി ഇതാണ് ഇവിടുത്തെ കടകൾ. ലബൂബു ഇവിടെ എത്തിയോ? നീ ഇവിടെ എത്തിയോന്ന്? ഇവരുടെ തണുപ്പിനെ നീതാക്കാൻ വേണ്ടിയിട്ടുള്ള, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കമോൺ, നമുക്ക് ഗ്രീൻ ബസാർ കയറാം. നമ്മൾ ഗ്രീൻ ബസാറിൻ്റെ ഉള്ളിൽ കയറുവാണ്. ഫുള്ള് ഫ്രൂട്ട്സ്, നട്ട്സ്. ചായ്. ഇത് അജ്വ ഈന്തപ്പഴല്ലേ? ഇവര് എൻട്രൻസിന്റെ അവിടെ തന്നെ നിക്കണ തന്നെ. നല്ല കച്ചവടം കിട്ടുന്നുണ്ട്. ഹലോ, ആ ചക്കര ഇഷ്ടമായി എനിക്ക്. അതെന്താ അവിടെ കിട്ടാത്ത? ഇത് മറ്റേ മുട്ടയല്ലേ? അമ്മയോ 65,000. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് അതെന്താ പ്രത്യേകത? ഒരു ഗുണമില്ല. നടന്ന് നമ്മള് ഇറച്ചിക്കടയിൽ എത്തി. അല്ല, മീറ്റ് ഉണ്ടല്ലോ, മീറ്റ് മൊത്തം അതിനുള്ളിലേക്ക് ഇറച്ചിക്കടയാണ് ഇവിടുത്തെ. വിശാലമായ ഇറച്ചിക്കടയാണ്. എല്ലാം കിട്ടും അല്ലേ? എന്ത് വേണം? ഒരു സാധനം പോലും അവള് കളഞ്ഞിട്ടില്ല അവര്. ഈ മീനിന്റെ വില 15,000 ടെങ്ക്. ഇതാണ് ഈ മീനിന്റെ വില. അയ്യോ, ഞാൻ ജാക്കറ്റ് കൊടുത്തില്ല. ജാക്കറ്റ് ഇടാൻ ധൈര്യമായി. ഞാനിവിടുത്തെ ആളായെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. ലേക്ക് ഐസായി കിടക്കണം. അപ്സൈഡ് ഡൗൺ. വണ്ടി വരച്ചിട്ടുണ്ടവര്, തലകുത്തിക്കണ വണ്ടി. പോസ് ചെയ്തിട്ട് എങ്ങാനും പൊട്ടുന്ന അവസ്ഥ നീ പോണോ? നീ മോളിക്ക് പോണോ? കൈ മാറ്റിയോ? കാര്യമില്ല മോനെ. എന്താണ് ബ്രോ, മോഡേണോ? സൗണ്ട് ഉണ്ടാക്കണ്ടേ? വരുന്നു ഇവനാള്. സെമിനിയെ നോക്കാം. എവിടെ സെമിനി? ഫ്രസ്ട്രേഷൻ എങ്ങനെയാ ആരെ കൊടുത്തു? ആ ഉള്ളതല്ല നഖമൊക്കെ കണ്ടുപിടി. എന്റെ എന്റെ അമ്മേന്റെ പല്ലുവയ്ക്ക് പല്ല് ഇട്ടിക്കാറ ഇതിന്റെ നിറച്ചും പാമ്പ്. അമ്മ നോക്ക്, എന്റെ മോന്ത നോക്ക്. എനിക്ക് കണ്ടിട്ട് എന്താ പോലെ കറങ്ങും. കറങ്ങി ഇങ്ങനെ തിരിച്ചാ
ഇതാരാ പടക്കുന്ന മീനോ? മോനെ മോന്റെ ശരീരമൊക്കെ ഇവിടെ കണ്ണ് പാമ്പാ മീനാ ചൂണ്ടിന്റെ കണ്ണ് ഹലോ ഗൈസ്, ഇന്ന് നമ്മള് ലാസ്റ്റ് നൈറ്റ് ആണ്. നാളെ നമ്മൾ രാത്രി നാളെ രാത്രി ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യും. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് സോസേജ് മേടിച്ചിട്ടുണ്ട്. ഇത് എന്റെ ഐഡിയ ആണ് ഗൈസ്. എണ്ണയില്ല, നമ്മളതുകൊണ്ട് ബട്ടർ മേടിച്ച് പിന്നെ ഇനി നമ്മൾക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. നൂഡിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മേടിച്ച നൂഡിൽസ്. സെബീന മുട്ട പൊടിക്കുന്നുണ്ട്. മുട്ട പൊടിക്കല്ല, മുട്ട പൊടിക്കും. അവിടെ ദുബായിലും കിട്ടും. ഇതിന്റെ ചീസ് ഉള്ളതാണ്. ചീസിന്റെ അല്ലേ? അപ്പൊ നമുക്ക് നൂഡിൽസ്, സോസേജ്, മുട്ട, നീളത്തിലെ സോസേജ്, എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് സപ്പർ. നാളത്തെ സൂപ്പർ ഫാസ്റ്റ് ഞങ്ങൾ കയറി പോകും. നാളത്തെ സൂപ്പർ ഫാസ്റ്റിനോട് പൊക്കോളം. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ ഇടയിൽ വെള്ളം കഴിഞ്ഞു. ഒരു വെള്ളം മേടിക്കാൻ പോവാൻ ഇവിടെ എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിച്ചോ. ജാക്കറ്റ് ഇടണം, ഷൂ ഇടണം, സോക്സ് ഇടണം, എന്തൊക്കെ ചെയ്യണം. പോവാം, വെള്ളം മേടിക്കാൻ വെള്ളം മേടിക്കാൻ പോവാൻ ശംഭു തുറന്നിട്ടാണ്. ചെരുപ്പില്ലാണ്ടാണ് അൽബാട്ടിയില് രണ്ടുപേരൊന്നും പോണത്. ചെരുപ്പില്ല. എങ്ങനെയുണ്ട് അവർ തണുത്ത എക്സ്പീരിയൻസ് നോക്കാം. കൗതുക ലേശം കൂടുതലാണ്. എനിക്ക് കുഴപ്പമില്ല. നോ ഷൂ. എങ്ങനെയുണ്ട് ഇവിടുത്തെ മുട്ട? അയ്യോ അത്